ഹായ് ഹലോ മക്കളെ, ഇത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാലാതീതം കാവ്യവിസ്മയം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അവസാനത്തെ പാഠഭാഗം കൂടിയായി വരികയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. അതിൽ ആ ഒരു യൂണിറ്റിൽ ഈ പാഠഭാഗത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യമേ തന്നെ തേടിയെത്തുന്നത്. നോക്കാം, പാവങ്ങൾ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്, അല്ലേ? അപ്പോ ഈ യൂണിറ്റിൽ തുടക്കത്തിലേ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: കാലാതീതം കാവ്യവിസ്മയം. കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നമുക്കിടയിൽ പ്രസക്തിയുള്ള എഴുത്തുകൾ, അല്ലെ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി പോന്നിട്ടുള്ള ആ കൃതികൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ, ഇന്നും നമ്മൾ അത് വായിച്ചു പോരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാഠഭാഗം ലക്ഷ്മണ സാന്ത്വനം പഠിച്ചു കഴിഞ്ഞപ്പോൾ രാമനെയും ലക്ഷ്മണനെയും ലക്ഷ്മണന്റെ ക്രോധത്തെയും നമ്മൾ പഠിച്ചു. ക്രോധം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പൊ ആ ഒരു പ്രശ്നത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു പ്രശ്നം ഇന്നും നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നും നമ്മുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. അന്ന് എഴുത്തച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങള് ഇന്നും പ്രസക്തമാണ്. രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതില് ശകുന്തളയെയും ദുഷ്യന്തനെയും കണ്ടു, അല്ലേ? രാജാവായ ദുഷ്യന്തൻ തൻ്റെ ഭാര്യയെ ഒന്നും നോക്കാതെ അധിക്ഷേപിച്ച് പറഞ്ഞയക്കുന്നത് കണ്ടു. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ രണ്ടു പാഠങ്ങള് അങ്ങനെ പ്രസക്തമായി നിൽക്കുമ്പോൾ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു കൃതി കൂടി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്: പാവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. പാവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇടയ്ക്ക് 2018 ഫെബ്രുവരി 22 നമ്മളൊരു പത്രവാർത്ത കണ്ടു. നമ്മൾ ഒരാളെ അടിച്ചു കൊന്നുകളയുകയാണ്, അല്ലെ? അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മളെല്ലാവരും കൂടി അടിച്ചു കൊല്ലുകയാണ്. നമ്മളാണോ അടിച്ചു കൊന്നത്? എന്നാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ കുറച്ച് ആളുകൾ അടിച്ചു കൊല്ലുമ്പോൾ അത് നമ്മൾ കൂടി ഏറ്റെടുക്കേണ്ടി വരികയാണ്. നമ്മൾ അടിച്ചു കൊല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മോഷ്ടിക്കുകയാണ്, അല്ലെ? അവന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചതിന് അവനെ അടിച്ചു കൊന്നുകളയുകയാണ് നമ്മൾ അടങ്ങുന്ന സമൂഹം. ഇതുപോലെ ഒരു സംഭവം മുൻപേ എഴുതി വെച്ചിട്ടുണ്ട്. ആരെഴുതി വെച്ചിട്ടുണ്ട്? എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? അന്ന് എഴുതി വെച്ച ആ സംഭവം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിന്റെ പ്രസക്തി. ഈ ഒരു പ്രസക്തി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പാഠഭാഗത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. പാവങ്ങൾ എന്ന് പറയുന്ന പാഠം, അല്ലെ, നമുക്ക് നോക്കാനുള്ളത് ഒരു നോവലാണ്. പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പാവങ്ങൾ എന്നത്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഈ പാഠഭാഗത്തിന്റെ പ്രധാന കാര്യങ്ങൾ എന്ന് നോക്കുമ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു കാര്യമാണ് ആദ്യമേ നമ്മൾ നോക്കേണ്ടത്. ഈ പാഠത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ പറയാൻ നമ്മുടെ കയ്യിൽ കമ്പും കഴമ്പുമുള്ള ഉത്തരങ്ങൾ വേണ്ടേ, അല്ലെ? നോക്കാം, ടോൾസ്റ്റോയുടെ ഒരു അഭിപ്രായമാണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത് കേട്ടാ. പ്രശസ്തനായ എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായ ടോൾസ്റ്റോയുടെ ഒരു അഭിപ്രായമാണ്. നോക്കാം, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ 5 ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ 2 എണ്ണം ഹ്യൂഗോയുടേതാണ്. ആരാണ് ആ ഹ്യൂഗോ? വിക്ടർ ഹ്യൂഗോ, അല്ലെ? വിക്ടർ ഹ്യൂഗോയുടെ കൃതിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് തർജിമ ചെയ്തിരിക്കുന്നത് പാവങ്ങൾ എന്ന പേരിൽ. അപ്പോ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ഒരു 5 ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ടോൾസ്റ്റോയി പറയുക വിക്ടർ ഹ്യൂഗോയുടെ 2 കൃതികളാണെന്ന് പറയുകയാണ്. അതിൽ തന്നെ ഏറ്റവും ആദ്യം വരുന്ന കൃതിയാണ് പാവങ്ങൾ എന്നത്, അല്ലെ? അതിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് പാവങ്ങൾ എന്ന കൃതിയാണ്. അപ്പോ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കൃതിയാണ്. അത് ഏത് ഭാഷയിൽ എഴുതിയതാണ്, ആരെഴുതിയതാണ്, ആ ഭാഷയിൽ അതിന് കൊടുത്ത പേരെന്താണ് എന്നൊക്കെ ഒരു മാർക്കിന് ചോദിക്കാറുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോവലിനെ കുറിച്ച് നോക്കാം. വിക്ടർ ഹ്യൂഗോയുടെ നോവലിന്റെ പേരാണ്, ആ പേര് ആലോചിച്ചിരിക്കുക, ഒരു മാർക്കിന് നമുക്ക് ചോദിക്കുന്നതാണ്, ലാ മിറാബലെ, ലേ മിസറബിൾസ് എന്ന് പറയുന്ന പേരിൽ വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള നോവല് മലയാളത്തിലേക്ക് തർജിമ ചെയ്തതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ, അല്ലെ? അത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഞ്ചിലാണ്.
ഫ്രഞ്ച് സാഹിത്യത്തിലെ കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ള ലാ മിറാബലെ എന്ന് പറയുന്ന കൃതി. 3 ചോദ്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുകയാണ്. നോക്കാം. വിക്ടർ ഹ്യൂഗോയുടെ കൃതിയുടെ പേരാണ് ലാ മിറാബലെ. അത് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഫ്രഞ്ച് സാഹിത്യത്തിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. 3 ചോദ്യങ്ങൾ കിട്ടിയില്ലേ? ഈ 3 ചോദ്യങ്ങളിൽ നിന്ന് നോവലിലേക്ക് കടക്കുകയാണ് നമ്മൾ. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടാ. ഇതിലെ കഥാപാത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 2 പേരാണ്. ഒന്ന് ഴാങ്വാൽ ഴാങ് എന്ന് പറയുന്ന സാധാരണക്കാരനും രണ്ടാമത്തേത് മെത്രാനും. ഇവരെ 2 പേരെ കുറിച്ചുമുള്ള ചോദ്യങ്ങളായിരിക്കും ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അല്ലെ. ഇവർ 2 പേരും പ്രധാന കഥാപാത്രങ്ങളായി വരുമ്പോൾ ഉപകഥാപാത്രങ്ങളായി വരുന്ന മറ്റ് 2 പേരുണ്ട്. മദം മഗ്ലോറും, അതായത് മെത്രാന്റെ വീട്ടിലെ പരിചാരകയാണ് മദം മഗ്ലോർ എന്നുള്ള കാര്യം ആലോചിക്കുക. അതിനു കൂടാതെ മെത്രാന്റെ സഹോദരിയും അവിടെയുണ്ട്. ഈ 4 കഥാപാത്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഭാഗത്തുള്ളത്. 1000-ലധികം പേജുകളിൽ എഴുതിയിട്ടുള്ള ഈ നോവലിൽ ഓരോ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാനിവിടെ ആദ്യം പറഞ്ഞ ആ സംഭവം ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. 2018 ഴാങ്വാൽ ഴാങ്ങിന് സമാനമായ ഒരു കഥാപാത്രം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. അത് മധു എന്ന് പറയുന്ന കഥാപാത്രമാണ്. 2018 പാലക്കാട് അട്ടപ്പാടിയിലുള്ള മധുവിനെ നമ്മൾ അടിച്ചു കൊല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണം മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് നമ്മൾ അടിച്ചു കൊന്നത്. ഇതേ സംഭവം തന്നെയാണ് ഴാങ്വാൽ ഴാങ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നേരിടേണ്ടി വരുന്നത്. അത് അടിച്ചു കൊല്ലുകയല്ല ചെയ്തത്, പകരം ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ 5 കൊല്ലത്തേക്ക് ശിക്ഷ വിധിക്കുകയും ആ 5 കൊല്ലം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജയിലിൽ ചാടുകയും അങ്ങനെ മൊത്തത്തിൽ 19 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെടുന്ന ഴാങ്വാൽ ഴാങ് ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് അവനെ സമൂഹം വരവേൽക്കുന്നത്? സമൂഹം അവനെ കുറ്റവാളിയായി കാണുകയാണ്. എന്തുകൊണ്ടാണ് അവൻ കുറ്റവാളിയായത് എന്നൊന്നും ചിന്തിക്കാതെ സമൂഹം അവനെ മാറ്റി നിർത്തുമ്പോൾ ഒരേ ഒരാൾ മാത്രം അവന് രക്ഷകനാകുകയാണ്. അതാണ് ആ മെത്രാൻ. ആ മെത്രാനെ കുറിച്ചാണ് നമ്മുടെ പാഠഭാഗം എന്നാലോചിക്കുക. അപ്പോൾ നമ്മുടെ ഴാങ്വാൽ ഴാങ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു സഹോദരിയുണ്ട്. സഹോദരിക്ക് 7 മക്കളുണ്ട്. ഈ 7 മക്കളുടെയും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ് ഴാങ്വാൽ ഴാങ് ഒരു റൊട്ടി മോഷ്ടിച്ചത്. അതിനാണ് അയാളെ പിടിച്ച് തുറങ്കിൽ അടച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുകയാണ്. പാഠഭാഗം നന്നായി നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുകയാണ്. ഈ കഥാപാത്രങ്ങൾ അത്രയും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ കഥാപാത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കോർത്തിണക്കി എഴുതാനും നിങ്ങൾ ശ്രദ്ധിക്കണം. മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രസക്തി എന്ത് എന്നൊരു ചോദ്യം വരും അല്ലെ. ഈ പാഠഭാഗത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധു എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് എഴുതുന്നതോടൊപ്പം ഇത്തരം ഒരു ഭാഗം ആ നോവലിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നോക്കാം. പാവങ്ങൾ ഫ്രാൻസിലെ മാത്രം പാവങ്ങളുടെ കഥയല്ല. അജ്ഞരും നിരാശരുമായ മനുഷ്യർ എവിടെയുണ്ട്? ഭക്ഷണത്തിനു വേണ്ടി സ്ത്രീകൾ എവിടെയെല്ലാം വിൽക്കപ്പെടുന്നുണ്ട്? അറിവ് നേടാനുള്ള പുസ്തകവും തണുപ്പകറ്റാനുള്ള വസ്ത്രവും കിട്ടാതെ കുട്ടികൾ എവിടെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ വാതിലിൽ മുട്ടി തുറക്കുവാൻ പാവങ്ങൾ എന്ന നോവൽ നമ്മോട് പറയുന്നു. ഇതാണ് ആ നോവലിന്റെ പ്രസക്തി. ആലോചിച്ചു വെക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. ഭക്ഷണത്തിനു വേണ്ടി സ്ത്രീകൾ വിൽക്കപ്പെടുന്നിടത്ത്, ഭക്ഷണം കിട്ടാതെ നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ, തണുപ്പകറ്റുവാൻ ഒരു നേരത്തെ വസ്ത്രം ലഭിക്കാതെ ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ, അവരുടെയൊക്കെ കഥയായി മാറുകയാണ് പാവങ്ങൾ എന്ന് പറയുന്ന ഈ നോവല്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആദ്യമേ മനസ്സിലേക്ക് ഇടുക. ഈ ഒരു നോവല് ഫ്രഞ്ചിൽ മാത്രമല്ല പ്രസക്തിയുള്ളത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ഇതിന് പ്രസക്തി ഏറെയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം 2-3 വരികൾ നിങ്ങളുടെ മനസ്സിലേക്ക് കോറിയിടുക. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ ചോദ്യമായിട്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് വരുന്നത് ഇങ്ങനെയാണ്: പ്രയോഗഭംഗി കണ്ടെത്തുക. ഴാങ്വാൽ ഴാങ്ങിനെ കുറിച്ചുള്ള ഒരു സന്ദർഭമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നേടത്ത് തന്നെ മിഴിച്ചുകൊണ്ടു നിന്നു.
പ്രയോഗ ഭംഗി വ്യക്തമാക്കുക. ഇങ്ങനെയൊരു പ്രയോഗം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരമൊരു പ്രയോഗം കൊടുത്തുകൊണ്ട് ചോദിക്കാറുണ്ട്, സന്ദർഭം വെച്ചുകൊണ്ട് വിവരിക്കുക എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സന്ദർഭം എന്ത് എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു കാവ്യപരമായ പ്രയോഗ ഭംഗി പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ എവിടെ വെച്ചാണ് മിഴിച്ചുകൊണ്ട് നിന്നുപോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെത്രാൻ അയാൾക്ക് അഭയം കൊടുക്കുകയാണ്, അല്ലെ? ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അയാൾക്ക് ഒരാളും അഭയം കൊടുക്കുന്നില്ല. ഒരാളും അഭയം കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ മെത്രാൻ തൻ്റെ വീട്ടിൽ അയാളെ കടത്തി ഇരുത്തുകയാണ്, അവിടെ കിടന്നോളാൻ പറയുകയാണ്, അന്നത്തെ ഭക്ഷണം നൽകുകയാണ്. അന്ന് രാത്രി അയാൾ അവിടെ കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ്, സമൂഹം മൊത്തം എന്നെ കുറ്റവാളിയാക്കി, ഇനി എനിക്ക് ആരും ജോലിയും തരില്ല, ഒരു നേരത്തെ ഭക്ഷണവും തരില്ല, ഇനി എൻ്റെ മാർഗം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഴാങ് വാൽ ഴാങ്. ആ സന്ദർഭമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഴാങ് വാൽ ഴാങ് കിടന്നിരുന്ന ആ റൂമിന്റെ മുറി തുറക്കുമ്പോൾ അതിലെ തിരുക്കുറ്റി ഒച്ചയുണ്ടാക്കുന്നുണ്ട്, അല്ലെ? അതിലെ വിജാഗിരി ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ആ ഒച്ച കേൾക്കുമ്പോൾ അയാൾ ആലോചിക്കുകയാണ്, ഇപ്പോൾ ആളുകൾ വരും, ഇപ്പോൾ പോലീസുകാർ വരും, ഞാൻ പിടിക്കപ്പെടും എന്ന് പറയുന്ന ഭാഗത്താണ് ആ ഒരു ഒച്ച കേട്ടപ്പോഴാണ് അയാൾ ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ നിന്നേടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു എന്ന് പറയുന്നത്. ആ ഭാഗത്തിലെ കൃത്യമായ പോയിന്റുകളിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നോക്കാം. രൂപപരമായ അവ്യക്തത ഴാങ് വാൽ ഴാങ്ങിനുണ്ടായി. രൂപപരമായ അവ്യക്തത, തൻ്റെ രൂപത്തെക്കുറിച്ച്, അല്ലെ? തൻ്റെ ഈ ശരീരം ഇപ്പോൾ നഷ്ടമാകും, പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകും, താൻ വീണ്ടും ഒരു കുറ്റവാളിയാകും എന്നൊരു ചിന്ത ഴാങ് വാൽ ഴാങ്ങിനുണ്ടാവുകയാണ്. അയാളുടെ നടുക്കമാണ് അവ്യക്തതയ്ക്ക് കാരണം, ഉൾനടുക്കമാണ്, അല്ലെ? അയാൾ ആകെ നടുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ തനിക്ക് എന്ത് സംഭവിക്കും എന്നറിയാതെ അയാൾ ആകെ പേടിക്കുകയാണ്. അതാണ് ഉൾനടുക്കമാണ് അയാളുടെ ആ ഒരു അവ്യക്തതയ്ക്ക് കാരണം എന്ന് പറയുന്നത്. തൻ്റെ സ്വത്വം നിർവചിക്കാനാവാത്ത അവസ്ഥ. സ്വത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെ? ആ ഒരു സ്വത്വം നിർവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അയാൾക്ക്. ഞാൻ കള്ളനാണോ, എന്തുകൊണ്ട് ഞാൻ കള്ളനായി എന്നൊരു ചോദ്യം വരുന്നുണ്ട്, അല്ലെ? സമൂഹമാണ് അവനെ കള്ളനാക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം ഒരു മനുഷ്യന് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി ആരാണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്, അല്ലെ? അതിനുത്തരവാദി നമ്മൾ തന്നെയാണ്, നമ്മുടെ ഈ സമൂഹം തന്നെയാണ് എന്നുള്ളൊരു ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരികയാണ് എഴുത്തുകാരൻ. അതുകൊണ്ടുകൂടിയാണ് ഇതിന് പ്രസക്തിയേറുന്നത് എന്ന് നോക്കാം. ഒപ്പം തന്നെ ഉപ്പുമായി പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുകയാണ്. ഉപ്പ് അലിഞ്ഞു തീരുന്നത് പോലെ താനും ഇല്ലാതാകുമെന്ന തോന്നൽ അയാളിൽ ഉണ്ടാവുകയാണ്, അല്ലെ? ഉപ്പ് കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് അലിഞ്ഞില്ലാതെയാകും. അതുപോലെ ആ ഒരു ഒറ്റ സെക്കൻഡിൽ, ആ ഒരു നിമിഷ നേരം കൊണ്ട് അയാൾ ആകെ ഇല്ലാതായി പോയി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നേടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു പ്രയോഗം തന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യവശാൽ അതിന് കിട്ടുന്ന അർത്ഥം എന്താണ് എന്നെഴുതാനും ഇതേതാണ് സന്ദർഭം എന്നെഴുതാനും നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടും, അല്ലെ? ഇതാണ് നമ്മുടെ 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യം. അടുത്ത പ്രധാനപ്പെട്ട ഒരു വരി തന്നുകൊണ്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടില്ല, അത് പാവങ്ങളുടേതാണ്, അല്ലെ? ഇത് ആര് പറയുന്നതാണ്? സംശയമൊന്നുമില്ലല്ലോ, മെത്രാൻ പറയുന്നതാണ്, അല്ലെ? ഞാൻ ആ വെള്ളി സാമാനങ്ങൾ വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ശരിയായിട്ടല്ല എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭാഷണം തന്നു കഴിഞ്ഞ് നമ്മളോട് ഉത്തരം എഴുതാൻ പറയുമ്പോൾ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്, അല്ലെ? കൃത്യമായി നമ്മൾ എഴുതണം, ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോന്റെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലാണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് എഴുതുക. അതിനുശേഷം ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരാണ്? മെത്രാനാണ് ഇപ്രകാരം പറയുന്നത് എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകളിലേക്ക് എത്തുകയാണ്. വിലപിടിപ്പുള്ള സാമാനങ്ങൾ ഒരാളുടേത് മാത്രമായി സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ എൻ്റെ എന്നൊരു ചിന്ത വരികയാണ്, അല്ലെ? സ്വാർത്ഥത നമ്മളിൽ ഉണ്ടാവുകയാണ്. എൻ്റെ എന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോൾ അവിടെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുകയാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമാക്കൂ. നമ്മളൊരു സ്വർണ്ണമാല മേടിക്കുകയാണ്, വേറെ ആർക്കും കൊടുക്കുന്നില്ല, ഇതെന്റെയാണ്, വിലപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ കൈവശം പിടിക്കുകയാണ്, അല്ലെ? അപ്പോ ഒരാൾ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉള്ളിലും എന്തുണ്ടാവും? ഒരു വിഷമം ഉണ്ടാവും. നമ്മളോട്
ഒരു നീരസം ഉള്ളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നില്ലല്ലോ എന്നൊരു നീരസം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരാൾ മാത്രമായി സൂക്ഷിച്ചു വെക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്നത് നമ്മൾ ആലോചിക്കുകയാണ്. നോക്കാം, ആരും ഒന്നിന്റെയും ശാശ്വതരായ ഉടമസ്ഥരല്ല, എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നും മനുഷ്യരാണ് ഇതിന്റെ ഉടമസ്ഥർ എന്ന് തോന്നും അല്ലെ. പക്ഷേ ഇതിന്റെ ഉടമസ്ഥർ നമ്മളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല, നമ്മൾ വെറും ഒരു കാവൽക്കാർ മാത്രമാണെന്ന് പറയാം അല്ലെ. ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന അടുത്ത തലമുറയിലേക്ക് കൈമാറി, അവരും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറി, അങ്ങനെ ഇതിന്റെയൊക്കെ കാവൽക്കാർ മാത്രമാണ് നമ്മൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നും ആരുടെയും സ്വന്തമല്ല, അതെപ്പോഴും നിലനിൽക്കുകയുമില്ല എന്നാണ് പറയുന്നത്. എല്ലാം മാറ്റത്തിന് അതീതമാണ് അല്ലെ, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇതൊക്കെ എന്ന് സൂചിപ്പിക്കുകയാണ്. തങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വെള്ളി സാമാനങ്ങൾ ആവശ്യമില്ല. മെത്രാൻ പറയുന്ന കാര്യം അതാണ് അല്ലെ. ഞാനിവിടെ അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ജീവിത സൗകര്യത്തിൽ പോരുന്നതാണ്. ഇനി എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളി സാമാനം വേണമെന്നില്ല. അത്തരത്തിലൊരു സാധനം എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ള പാവപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നൊരു മനസ്സ് ആർക്കുണ്ടാവുകയാണ്? മെത്രാൻ ഉണ്ടാവുകയാണ് അല്ലെ. ഇത് അവരുടേതാണ്, അവരെടുത്തോട്ടെ എന്നൊരു മനസ്സ് ആർക്കുണ്ടാവുകയാണ്? മെത്രാൻ ഉണ്ടാവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഏറ്റവും ഒടുവിലായി നമ്മൾ എത്തിച്ചേരുന്ന വസ്തുത എന്താണെന്ന് നോക്കാം. ദൈവത്തിന്റെ വസ്തുവകകൾ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുകയാണ്. അയാൾ ആ വെള്ളി സാമാനങ്ങൾ എടുത്തുകൊണ്ടു പോയപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ വെള്ളിയുടേതായ പാത്രങ്ങൾ, സ്വർണത്തിൻ്റെതായ പാത്രങ്ങൾ, സ്വർണ്ണ കുരിശുകൾ, സ്വർണ്ണമാലകൾ, ഇതൊക്കെ നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു അമ്പലം കൊണ്ട് എന്താണ് ഉപകാരം, ഒരു പള്ളി കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയും പ്രാർത്ഥിക്കാൻ പോകുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നല്ലത് നടക്കണമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോവുക അല്ലെ. നമ്മൾ എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു സമൂഹത്തില് നല്ലത് നടപ്പാകുന്നില്ല എങ്കിൽ എന്തിനാണ് പിന്നെ ക്ഷേത്രങ്ങളും പള്ളികളും എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ അവിടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ് എഴുത്തുകാരൻ. ഒരു പള്ളിയുടെ ചുറ്റുപാടുമോ ഒരു അമ്പലത്തിന്റെ ചുറ്റുപാടുമോ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടെങ്കിൽ, അവൻ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ, ഒന്നുറങ്ങുവാൻ സ്ഥലമില്ലെങ്കിൽ, ആ പള്ളി കൊണ്ട് ആ അമ്പലം കൊണ്ട് അവൻ എന്താണ് ഉപകാരം? അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് എന്താണ് ഉപകാരം എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ അമ്പലങ്ങളിലും പള്ളികളിലും സ്വത്തുക്കൾ കുമിഞ്ഞുകൂടുന്നതും സ്വർണ്ണാഭരണങ്ങൾ കുമിഞ്ഞുകൂടുന്നതും ഒപ്പം തന്നെ വെള്ളിയുടെ പാത്രങ്ങൾ കുമിഞ്ഞുകൂടുന്നതും ഒക്കെ ആർക്കാണ് അവകാശപ്പെട്ടത്? അതൊക്കെ അങ്ങനെ അലങ്കരിച്ചു വെക്കാനുള്ള വസ്തുക്കൾ മാത്രമായി മാറുകയാണോ വേണ്ടത്? അതോ ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇതെങ്കിലും ഇവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച് അവരുടെ ഒരു നേരത്തെ അന്നത്തിനുള്ള വക കൊടുക്കുകയാണോ വേണ്ടത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വെള്ളി സാമാനം വളരെ കാലം ഞാൻ സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല, അത് പാവങ്ങളുടേതാണ് അല്ലെ. പാവങ്ങൾക്ക് അധികാരപ്പെട്ട അവകാശപ്പെട്ട സാധനങ്ങളുണ്ട്. അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ. ആ ആദിവാസി വിഭാഗത്തെ നമ്മൾ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി അതിന് കാരണക്കാരാണ്. അവർക്ക് ഒരുപാട് പൈസ അനുവദിച്ച് കിട്ടുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഒക്കെ അനുവദിച്ച് കിട്ടുന്നുണ്ട്. ഇത് കൃത്യമായി അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ആ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരൊക്കെയോ കൈയിടലുകൾ നടത്തുകയാണ്. അവിടെ വെച്ച് അവർക്ക് കിട്ടേണ്ട നീതിയൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. അതിന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് കാരണക്കാർ എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നോക്കാം, ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്തു മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള കൈലും കൂടി ആവശ്യമില്ല. പിറ്റേ ദിവസം രാങ്വാൽ രാങ് അത് മോഷ്ടിച്ചു പോയതിനു ശേഷം പിറ്റേ ദിവസം തലേ ദിവസം എവിടെ വെച്ചാണോ ഭക്ഷണം കഴിക്കാനിരുന്നത് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് മെത്രാൻ. അപ്പൊ മെത്രാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുകയാണ്, ഈ അപ്പം എടുത്ത് പാലിൽ മുക്കാൻ വേണ്ടി എനിക്ക് കൈലുകളോ മുള്ളുകളോ ആവശ്യമില്ല, അല്ല ഫോർക്കിന്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോ ഇതൊക്കെ വളരെ ആർഭാടമാണ് അല്ലെ. നമ്മളിങ്ങനെ ആർഭാടം ഒരു സൈഡിൽ ഇങ്ങനെ കുന്നുകൂട്ടുമ്പോൾ
മറുഭാഗത്ത് പട്ടിണിക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരാശയം തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രയോഗം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നോക്കാം, ജീവിതത്തിന്റെ ലാളിത്യം കൊണ്ട് ആഹ്ലാദപ്രദമാക്കണം, ജീവിതത്തെ ലാളിത്യം കൊണ്ട് ആഹ്ലാദപ്രദമാക്കണം എന്നാണ് പറയുന്നത്. ലാളിത്യമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് പറയണം. ആർഭാടത്തോടു കൂടി ജീവിക്കലല്ല, ലളിതമായി ജീവിക്കാൻ വേണ്ടി, ഉള്ളതിലൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് മെത്രാൻ പറഞ്ഞു വെക്കുകയാണ്. മെത്രാനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ വരിയിലൂടെയും ഓരോ ഉത്തരത്തിലൂടെയും മെത്രാനിലേക്കാണ് നമ്മൾ തിരിച്ചെത്തുന്നത് എന്ന് ആലോചിക്കുക. മെത്രാനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് 6 മാർക്കിനും 4 മാർക്കിനും ചോദ്യങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പോയിന്റുകളൊക്കെ മെത്രാനിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന മനസ്സിലൊരു ധാരണ കൊണ്ടുവന്ന് വെക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ജീവിതത്തിൽ ഇത്രയും കുറവ് വസ്തുക്കളെ ആവശ്യമുള്ളൂ. ആര് പറയാണ്? മെത്രാൻ പറയാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളോ കുറേ വസ്തുക്കളോ കുറേ ആർഭാടങ്ങളോ ഒന്നും വേണ്ട. ആകെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ലളിതമായി നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. എത്ര ഉണ്ടോ അതിലും കൂടുതലായി ജീവിക്കണം, അതിലും കൂടുതൽ ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമേ മനുഷ്യനുള്ളൂ. നോക്കാം, വെള്ളി സാമാനങ്ങളുടെ നഷ്ടം തൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അവിടെ അലമാരയിൽ അല്ലെ, അവിടെ ആ കൂട്ടിൽ പൂട്ടി വെച്ചിരിക്കുന്ന ആ വെള്ളി സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. തൻ്റെ അന്നത്തെ അന്നത്തിനുള്ളത് വല്ലതും ബാധിക്കുമോ? ഇല്ല. സുഖമായി കിടന്നുറങ്ങുന്ന തനിക്ക് ആ പൂട്ടി വെച്ചിരിക്കുന്ന വെള്ളി സാമാനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമിതമാണ് അല്ലെ. ആവശ്യത്തിനുള്ളതല്ല, അമിതമായ ആവശ്യത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സാധനം പോയി കഴിഞ്ഞാൽ തനിക്കൊരു കുഴപ്പമേ ഇല്ല എന്ന് പറയണം. ജീവിതം സങ്കീർണമാകുന്നത് അത് വസ്തുവകകൾ കൊണ്ട് നിറയുമ്പോഴാണ്. കുറേ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറേ ചുറ്റുപാടിൽ നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ സങ്കീർണമായിരിക്കും. ഇതാർക്കും കൊടുക്കൂല. നമ്മൾ നമ്മുടേതാണെന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരും. നല്ലൊരു കാറ് മേടിക്കുകയാണ്, നല്ലൊരു ബൈക്ക് മേടിക്കുകയാണ്, ആർക്കും കൊടുക്കൂല, നമ്മൾ മാത്രം ഉപയോഗിക്കുകയാണ്. നല്ലൊരു ഡ്രസ്സ് എടുക്കുകയാണ്, ഒരാൾ ഇടാൻ ചോദിക്കുകയാണ്, കൊടുക്കൂല അല്ലെ. അങ്ങനെ നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് മാത്രം ഒതുങ്ങുകയാണ്. ബാക്കിയുള്ളവരെ കാണാനോ അവരെ പരിഗണിക്കാനോ ഉള്ള മനസ്സ് നമുക്ക് ഇല്ലാതാവുകയാണ്. അങ്ങനെ നമ്മൾ സ്വാർത്ഥരായി മാറാൻ വേണ്ടിയിട്ട് കുറേ വസ്തുവകകൾ അല്ലെ, വസ്തുവകകൾ നമ്മളെ സ്വാർത്ഥരായി തീർക്കും എന്നൊരാശയം കൂടി ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. നോക്കാം, അടുത്തൊരു ചോദ്യം. എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ തോട്ടത്തിലൂടെ കടന്നു വരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. രാത്രിയും പകലും ഒരു നീക്കിയിരിക്കുകയല്ലാതെ അതൊരിക്കലും പൂട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല അല്ലെ. അപ്പൊ അതൊരിക്കലും പൂട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുക കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആ മെത്രാൻ പറയുകയാണ്, രാങ്വാൽ രാങ്ങിനോട് പറയുകയാണ്, ദേ ഇനി നീ വരുമ്പോ മതില് ചാടി വരണ്ട അല്ലെ. മതില് ചാടിയാണ് അവൻ ഈ വെള്ളി സാമാനം കൊണ്ടുപോയിട്ടുള്ളത്. ഇനി നിനക്ക് വരുമ്പോ ദേ ആ വാതില്, ആ വീട്ടിലേക്കുള്ള വാതില് വെറുതെ ഒന്ന് ചാരിയിട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അത് ലോക്ക് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, പൂട്ടിയിട്ട് കൂടി ഉണ്ടാവില്ല അല്ലെ. അതൊന്ന് തള്ളിക്കഴിഞ്ഞാൽ തുറന്നു വരാവുന്നതേ ഉള്ളൂ. അവിടെ വിശാലമായ മനസ്സിന്റെ വാതിലാണ് തുറന്നിടുന്നത് എന്നാലോചിക്കുക. ആ മെത്രാനെ പോലെയുള്ള മനസ്സിന്റെ വാതിൽ, ആ മെത്രാനെ പോലെയുള്ള ആളുകളുടെ വിശാലമായ സ്നേഹത്തിന്റെ നന്മയുടെ വാതിലുകൾ തുറന്നിടുകയാണ് സാധാരണക്കാർക്ക് മുൻപിൽ എന്നൊരാശയം നമ്മളിലേക്ക് എത്തുകയാണ്. നോക്കാം, എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നതാണ് മോൺസിഞ്ഞോറിന്റെ ഭവനം. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു. കള്ളനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു ഭവനമാണ് അവിടെയുള്ള മെത്രാന്റെ ഭവനം എന്നാലോചിക്കുക. സ്വകാര്യ സ്വത്തിന്റെയും ചിന്തകൾക്ക് അപ്പുറമാണ് മെത്രാന്റെ മാനവികത. ഈ ഒരു വാക്ക് നമ്മൾ ചോദ്യപേപ്പറിൽ കാണാൻ പോവുകയാണ്. മാനവികത. മെത്രാൻ മാനവികതയുടെ പ്രതീകമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് അങ്ങനെയാണ്, യൂണിറ്റിന്റെ തുടക്കത്തിലേ പഠിച്ചത് അങ്ങനെയാണ്. മനുഷ്യ സ്നേഹം. മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അല്ലെങ്കിൽ മനുഷ്യത്വമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം. മാനവികത മനുഷ്യ സ്നേഹമാണ്, മനുഷ്യത്വമാണ്. അപ്പൊ അങ്ങനെ സ്വകാര്യ സ്വത്തിന്റെ ചിന്തകൾക്ക് അപ്പുറമാണ് മനുഷ്യ സ്നേഹം എന്ന് പഠിപ്പിക്കുകയാണ് മെത്രാൻ. അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. അവിടത്തെ വാതിൽ എങ്ങനെയാണ്? നന്മയുടെ പ്രതീകമായാണ് കാണുന്നത് അല്ലെ. ആ ഒരു വാതില് തുറന്നിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ പ്രതീകമായാണ് ആ ഒരു വാതിലിനെ നമ്മൾ കാണുന്നത് എന്നുള്ള പോയിന്റിലേക്കാണ് എത്തുന്നത്.
ഏറ്റവും അവസാനത്തെ 2 പോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണ്. സ്നേഹവും കാരുണ്യവും ജീവിതത്തെ ഭയരഹിതമാക്കുന്നു. സ്നേഹവും കാരുണ്യവും, നമ്മൾ ജീവിക്കുന്നത് സ്നേഹം കൊടുത്തുകൊണ്ടായിരിക്കണം, സ്നേഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം. ഒരാൾക്ക് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് കരുണ തോന്നാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കൊണ്ടായിരിക്കണം. അങ്ങനെ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഭയമില്ലാത്തൊരു ജീവിതം നമ്മൾ നയിക്കണം എന്ന് പറയണം അല്ലെ. കുറെ സ്വത്തുക്കൾ ഉണ്ടായി കഴിയുമ്പോൾ, കുറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ, കുറെ പണം ഉണ്ടായി കഴിയുമ്പോഴാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ നമുക്ക് പേടി. ഇത് കള്ളം കട്ടുകൊണ്ട് പോകുമോ എന്നൊരാലോചന അല്ലെ. ഭയരഹിതമായി ജീവിക്കണമെങ്കിൽ കരുണയുള്ളൊരു മനസ്സുണ്ടാകണം എന്നാണ് അവിടെ പറയുന്നത്. ജീവിതത്തിന്റെ നേർവഴിയിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കേണ്ടത്. വളഞ്ഞ വഴികൾ ഉപേക്ഷിക്കുക എന്ന് പറയുകയാണ് അല്ലെ. വളഞ്ഞ വഴിയിലൂടെയാണ് ഏറ്റവും ഒടുവിലായി ആ മനുഷ്യൻ ചാടിപ്പോകുന്നത് അല്ലെ. നേർവഴിക്ക് അവിടെ ഒരു വാതിലുണ്ടെങ്കിലും അതിലൂടെ അയാൾ പോകുന്നില്ല, മതില് ചാടിക്കടന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വിശാലമായൊരു വാതിൽ അവിടെ തുറന്നിട്ടിട്ടുണ്ട് അല്ലെ. ആ വാതിലിലൂടെ പോവാത്തത് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയാണ്, നേർവഴിയിലൂടെ പോകാൻ പറ്റില്ല, വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അതും നമ്മുടെ ഒരു ചോദ്യമാണ്, അതും നമ്മൾ ചർച്ച ചെയ്യും. നോക്കാം അടുത്തൊരു ചോദ്യം. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരുക്കുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിലലച്ചു. ഈ ഒരു വരിയും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദ്യ പേപ്പറിൽ കണ്ടൊരു വരി കൂടിയാണ് അല്ലെ. സന്ദർഭം എന്ത് വ്യക്തമാക്കുക, ആശയം വ്യക്തമാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള 1-2 കാര്യങ്ങൾ പറയുകയാണ്. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങള്. അപ്പൊ ഈ പരലോകം എന്താണ്, ഇഹലോകം എന്താണ് എന്ന് മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധനമാണ് ഈ പരലോകം. ഇഹലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം. അപ്പൊ ഈ ലോകത്തിനല്ല, പരലോകത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ആ ഒരു ആശയം നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഇഹലോകത്ത് പിടിക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് വെളിപ്പെടുമെന്ന തോന്നൽ അയാളിൽ ഭയം ഉളവാക്കുന്നു. അയാൾ നടന്നു നീങ്ങുന്ന സാഹചര്യങ്ങൾ ഓരോന്നും ഭയമുളവാക്കുന്നതാണ്. അയാൾ പേടിച്ചുകൊണ്ടാണ് നടന്നു നീങ്ങുന്നത്. അവിടെ കേൾക്കുന്ന ഓരോ ഒച്ചയെയും അയാൾ ആലോചിക്കുകയാണ്, ഇത് സിംഹം ഗർജിക്കുന്നത് പോലെ അല്ലെ, പട്ടി കുരയ്ക്കുന്നത് പോലെ, പൂച്ച നടക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ജീവിയെയും സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ അയാൾ ആകെ പേടിപ്പെട്ടിരിക്കുകയാണെന്നൊരാശയം നമ്മളിലേക്ക് കിട്ടുകയാണ്. ഇഹലോകത്തിൽ എന്ന് പറയുന്നത് ഈ ലോകത്തില് നമ്മൾ ആരുടെയെങ്കിലും കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുകയാണ്, ഇവിടെ ഇല്ലെങ്കിലും മരണശേഷം നമ്മുടെ ആത്മാവിനെ അവിടെ ഒരാൾ പിടിച്ച് നിർത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയാകും. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് ഴാങ് വാൽഴാങ്ങിന് ഉറപ്പാണ്. ആ ഒരു തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഴാങ് വാൽഴാങ് പറയുന്നത്, ഇവിടെ ഞാൻ പിടിപെട്ടില്ലെങ്കിലും അവിടെ എന്നെ പിടിക്കും. അതാണ് പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്ക് എടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ ആ വാതിൽ തുറന്നപ്പോൾ അതിന്റെ തിരുക്കുറ്റിയുടെ ഒച്ച കേട്ടു എന്നാണ് പറയുന്നത്. അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ശാശ്വതമായ ലോകം പരലോകം അഥവാ അന്യലോകമാണെന്നാണ് സങ്കല്പം. നമുക്ക് എല്ലാവർക്കും ഇതുണ്ട് അല്ലെ. നന്മയുടെയും കാരുണ്യത്തിന്റെയും മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നന്മയിലൂടെയും കാരുണ്യത്തിലൂടെയും മാത്രമാണ് പരലോകത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം നരകം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു പോരുകയാണ് അല്ലെ. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പൊ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ പ്രവൃത്തികളാണ് നമ്മളെ അവിടെ വിധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അപ്പൊ ഇവിടെ നല്ലത് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചിന്ത ഴാങ് വാൽഴാങ്ങിന് ഉണ്ടാവുകയാണ്. നോക്കാം ചോദ്യങ്ങൾ. മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എത്തിപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതാൻ പറ്റുന്നതെന്ന് സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക എന്നതുകൊണ്ട് മെത്രാൻ ഉദ്ദേശിച്ചത് എന്ത്? നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക എന്ന് മെത്രാൻ ഴാങ് വാൽഴാങ്ങിനോട് പറയുകയാണ്. സമാധാനം കെട്ടുകൊണ്ടാണ് അയാൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സമാധാനം കെട്ടു നിൽക്കുകയാണ്. ആ മെത്രാൻ ആ ഒരു സമയത്ത് ഴാങ് വാൽഴാങ്ങിനോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക. പോലീസുകാർ ചോദിക്കുമ്പോൾ പറയാണ്, ഇത് ഞാൻ അവന് കൊടുത്തതാണ്. അല്ല സ്നേഹിത, സ്നേഹിത എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ഒരൊറ്റ രാത്രിയിലെ പരിചയമുള്ളൂ. അല്ല സ്നേഹിത, ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാലുകൾ കൂടി തന്നിരുന്നതല്ലേ, അതും കട്ടി വെള്ളിയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. നല്ല വില കിട്ടുന്ന സാധനമാണ്, അതെന്തേ നിങ്ങൾ കൊണ്ടുപോകാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പകച്ചു നിൽക്കുകയാണ് ഴാങ് വാൽഴാങ്.
അപ്പോ ഇനി സമാധാനത്തോടു കൂടി പോയി വരിക എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ അവൻ എങ്ങനെ കുറ്റവാളിയായി എന്ന് ആരും ചിന്തിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല, ആരും അവനെ സമാധാനിപ്പിക്കുന്നില്ല, നല്ല വഴിയിലേക്ക് തിരിച്ചു വിടുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ അവനെ ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരാളാണ് മെത്രാൻ. അതുകൊണ്ട് മാത്രമാണ് മെത്രാൻ പറയുന്നത് ഇനി നിങ്ങൾ സമാധാനത്തോടു കൂടി പോയി വരിക, അല്ലെ? ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോ നല്ല അവിടെ തുറന്നിട്ടിരിക്കുന്ന ആ ഒരു വാതിലിലൂടെ തന്നെ വരണം, ഒളിച്ചും പാത്തൊന്നും വരണ്ട, അല്ലെ? അപ്പൊ അവനെ മനസ്സിലാക്കാനും അവനെ തിരുത്തി കൊടുക്കാനും മനസ്സുകൊണ്ട് തിരുത്തി കൊടുക്കാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്? മെത്രാന് സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കുകയാണ്. സമൂഹത്തിൽ പലരും ജീവിതത്തിൽ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അല്ലെ? നേരെ പോയിട്ട് കിട്ടാതെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളഞ്ഞ വഴി കൂടെ കയറാൻ നോക്കും, അല്ലെ? കൃത്യമായൊരു കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് കൃത്യമായി പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. പഠിച്ചിട്ടും കിട്ടാണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായി പഠിക്കാതെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോപ്പി അടിക്കും, അല്ലെ? അങ്ങനെ മറ്റൊരു വഴി നമ്മൾ സ്വീകരിക്കുകയാണ്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ആ മാർഗം എങ്ങനെയാണ് എന്നതാണ് പ്രാധാന്യം, അല്ലെ? ആ ഒരു മാർഗത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ മാർഗത്തെ കൃത്യമായി ഒന്ന് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് മാറ്റം സംഭവിക്കുക, അവിടെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ തിരുത്തുക എന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു കാര്യം നേർവഴിക്ക് പോകുമ്പോൾ നടന്നില്ല എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? വളഞ്ഞ വഴി എടുക്കുക എന്നുള്ളൊരാശയമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. വാതിൽ ഒരിക്കലും പൂട്ടുകയില്ല എന്ന് മെത്രാൻ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ഏത് വാതിലാണ്? മനസ്സിന്റെ വാതിൽ തുറന്നിടുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി മെത്രാൻ തന്റെ മനസ്സാകുന്ന വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും വരാം, അവരോട് ചോദിക്കാം, ഭക്ഷണം കഴിക്കാം, അവിടെ കിടന്നുറങ്ങാം, അല്ലെ? മറ്റാര് കിടത്തിയില്ലെങ്കിലും മെത്രാൻ അവർക്കൊരു അഭയം കൊടുക്കും. അവർക്ക് ജീവിക്കാനുള്ള, തന്നെ കൊണ്ടാവുന്നത് കൊടുക്കാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഭവനത്തിന്റെ വാതിൽ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വാതിലും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് എന്ന് ആലോചിക്കുക. ജീവിതത്തെക്കുറിച്ച്, സ്വകാര്യ സ്വത്തിനെ കുറിച്ചും എന്ത് സന്ദേശമാണ് മെത്രാൻ നൽകുന്നത്? സ്വകാര്യ സ്വത്ത് നമ്മളെ സ്വാർത്ഥനാക്കുന്നു എന്ന ആശയമാണ് മെത്രാൻ നൽകുന്നത്, അല്ലെ? പാവപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ അന്നം കിട്ടുന്നില്ലെങ്കിൽ അത് അവർക്ക് കൊടുത്ത് അവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റണമെന്ന ആശയമാണ് മെത്രാൻ നമുക്ക് നൽകുന്നത്. മെത്രാന്റെ സമീപനം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മെത്രാനെ കുറിച്ചാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ മെത്രാനുമായി ബന്ധപ്പെട്ട ഈ പോയിന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൂട്ടിവെക്കുക. നമുക്ക് ഒരിക്കലും ആശയദാരിദ്ര്യം ഉണ്ടാവരുത്. എഴുതുന്ന സമയത്ത് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ തലയിലുള്ളിൽ ഇങ്ങനെ വന്നു കിടക്കണം. ഇതൊക്കെ കൃത്യസമയത്ത് എഴുതാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് ഒന്നല്ല, രണ്ടല്ല, ഒന്നിലധികം ആശയങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് ഇട്ട് തരികയാണ്. ആവശ്യമുള്ളതിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമൂഹത്തിന്റെ കണ്ണിൽ രാങ്വാൽ രാങ്ങിന്റെ പ്രവൃത്തി കുറ്റകരമാണെങ്കിലും മെത്രാൻ അത് കുറ്റമായി കാണുന്നില്ല. കാരണം അവനെ കുറ്റവാളിയാക്കിയത് നമ്മൾ ഓരോരുത്തരുമാണ്, ഈ സമൂഹമാണ് എന്ന് വിശ്വസിക്കുകയാണ് ആര്? മെത്രാൻ. നോക്കാം, അടുത്ത വരി നോക്കാം. പാപികളോട് പൊറുക്കുക എന്നത് മാനവികതയുടെ പരകോടിയാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് കിട്ടുകയാണ്. പാപികളോട് പൊറുക്കണം, അല്ലെ? എല്ലാവരും എപ്പോഴും ശരി മാത്രമായിരിക്കില്ല ചെയ്യുക. എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളൊക്കെ മാനവികതയുള്ളവരാകുന്നത്, മനുഷ്യ സ്നേഹമുള്ളവരാകുന്നത്. അവരെന്തുകൊണ്ട് അത് ചെയ്തു എന്നത് വലിയൊരു ചോദ്യമാണ്, അല്ലെ? ആ ഒരു ചോദ്യത്തിലാണ് എല്ലാ ഉത്തരങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ ചോദിക്കാനും ഒരു മനസ്സുണ്ടാകണം എന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. മെത്രാന്റെ പ്രവൃത്തി അയാളിൽ ആശ്വാസവും സമാധാനവും നൽകുന്നു. മെത്രാൻ അങ്ങനെ അയാളോട് പെരുമാറിയത് കൊണ്ട് അയാൾക്കൊരു ആശ്വാസവും സമാധാനവും കിട്ടുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരാളിൽ നിന്നാണല്ലോ ഞാനിത് മോഷ്ടിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ അവൻ മനസ്സറിഞ്ഞു മാറുകയാണ്, അല്ലെ? വാക്കുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മനസ്സുകൊണ്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ തട്ടണം. അങ്ങനെ ഉള്ളിൽ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി ആരിൽ നിന്നും ഉണ്ടായി? മെത്രാനിൽ നിന്നും ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. നോക്കാം. കുറ്റവാളികളെ ആരും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. സമൂഹത്തിന്റെ വാതിലുകൾ കൂടി അടയ്ക്കപ്പെടുമ്പോൾ മനുഷ്യനെ വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരും.
സമൂഹം വാതിലുകൾ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. സമൂഹത്തിന്റെ വാതിലുകൾ കൂടി അടയുമ്പോൾ ജീവിക്കാൻ വേറൊരു മാർഗമില്ലാതെ അവർക്ക് മോഷണം പോലെയുള്ള വളഞ്ഞ വഴികളിലേക്ക് എത്തിപ്പെടേണ്ടി വരും. ജോലി ആരും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ പിന്നെ എങ്ങനെ ജീവിക്കും? അവന് മോഷണമാണ് മാർഗം, അല്ലെ? അതാണ് നേർവഴിക്ക് പോകാൻ പറ്റാതെ ഒരാൾ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിന്റെ അർത്ഥം. ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ജീവിത സാഹചര്യം സാമൂഹികാവസ്ഥയും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്, അല്ലെ? സാമൂഹികാവസ്ഥയും ജീവിത സാഹചര്യങ്ങളുമാണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത്. നമ്മളെ കുറ്റവാളിയാക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്, അല്ലെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നോക്കാം. തെറ്റിലേക്ക് നയിക്കുന്നു. അടുത്തത്, നേരിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടും സമൂഹം തിരസ്കരിക്കുമ്പോൾ ജീവിത കാഠിന്യങ്ങളെ മറികടക്കുവാൻ കഴിയാതെ വരുമ്പോൾ പലരും വളഞ്ഞ വഴികളിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നേരെ സംഭവിച്ചിട്ട് തൻ്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴാണ് മനുഷ്യൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒരു 3 പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നോക്കാം. വൈവിധ്യങ്ങളുടെ ലോകമാണ് തെരുവ്. തെരുവ് ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഡി പട്ടണത്തിലേക്കാണ് അയാൾ എത്തിപ്പെടുന്നത്, അല്ലെ? ആ പേര് എങ്ങനെയാണ്? അയാൾ എത്തിപ്പെടുന്നത് ഡി പട്ടണത്തിലേക്കാണ്. റാങ്വാൽ റാങ് എത്തിപ്പെടുന്നത്. ആ ഡി പട്ടണത്തിലാണ് മെത്രാൻ ഉള്ളത്. അപ്പൊ ഇവിടത്തെ തെരുവിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുകയാണ്. വൈവിധ്യങ്ങളുടെ ലോകമാണ് തെരുവ്, അല്ലെ? തെരുവിൽ ഒരു വസ്തുവോ ഒരു വിധത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ആളോ അല്ല ഉള്ളത്. പല സ്വഭാവക്കാർ ഒരുമിക്കുന്ന സ്ഥലമാണ്. പല വസ്തുക്കൾ വെച്ച് വിൽക്കുന്ന സ്ഥലമാണ് തെരുവ്. എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാം എല്ലാവർക്കുമായി പങ്കുവയ്ക്കാനും കഴിയുന്നിടത്തോളം പൂട്ടാത്ത വാതിൽ നന്മയുടെ വാതിലാകുകയാണ്, അല്ലെ? അങ്ങനെ എല്ലാവർക്കുമായി പങ്കുവെക്കണമെന്നൊരു മനസ്സ് വരുമ്പോൾ പൂട്ടാത്ത ആ വാതിൽ നന്മയുടെ, ആ വാക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുക, ആ വാതിൽ നന്മയുടെ വാതിലായി മാറുകയാണ് എന്നാലോചിക്കുക. സ്നേഹവും കാരുണ്യവുമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. മാനവികതയും സാഹോദര്യവും ഇല്ലാത്ത അധികാരത്തിന്റെ അടയാളമാണ് സ്വകാര്യ സ്വത്ത്. സ്വകാര്യ സ്വത്ത് എന്തിന്റെ പ്രതീകമാണ്? കാരുണ്യവും സ്നേഹവും മാനവികതയും ഒന്നുമില്ലാത്ത അധികാരത്തിന്റെ, ഞാൻ എന്ന ഭാവത്തിന്റെ സൂചനയായി വരികയാണ് സ്വകാര്യ സ്വത്ത്. നമ്മളിൽ ഉണ്ടാകേണ്ട സ്വഭാവം എന്തെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വസുദൈവ കുടുംബകം എന്ന ദർശനമാണ് ഇവിടെ വേണ്ടത്. ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ് എന്ന ദർശനമാണ്, എന്ന സമീപനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ അങ്ങനെ സമീപിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവനും നമ്മുടെ കുടുംബാംഗമാണ്, അല്ലെ? നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ ആരാ സഹായിക്കുക? നമ്മൾ തന്നെ സഹായിക്കണം, അല്ലെ? അങ്ങനെ സഹായിക്കാനും അവരെ കൈപിടിക്കാനും ഉള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു പോയിന്റിലൂടെ. മെത്രാൻ മാനവികതയുടെ പ്രതീകമോ? ഇതിലെപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മെത്രാൻ മാനവികതയുടെ പ്രതീകമോ? മെത്രാന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇത് രണ്ടും ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരികയാണ് കേട്ടോ. മെത്രാന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തലക്കെട്ട് കൊടുക്കണം, അല്ലെ? തലക്കെട്ട് കൊടുക്കുമ്പോ എന്ത് ശ്രദ്ധിക്കുക? ഈ വാക്ക് തന്നെ എടുക്കുക. മെത്രാൻ മാനവികതയുടെ പ്രതീകം. മെത്രാൻ മാനവികതയുടെ പ്രതീകം എന്ന് നമ്മൾ ആക്കുകയാണ്. അത് തന്നെ തലക്കെട്ടായിട്ട് എടുക്കുകയാണ്, അല്ലെ? ഇതിൽ നിന്ന് കഥാപാത്ര നിരൂപണം ചോദിക്കുന്നുണ്ടെങ്കിൽ മെത്രാനെ കുറിച്ചായിരിക്കും. മെത്രാൻ മാനവികതയുടെ പ്രതീകം എന്ന തലക്കെട്ട് കൊടുത്തതിന് ശേഷം ആമുഖം കൊടുക്കുകയാണ്. ആമുഖം കൊടുത്തതിന് ശേഷം നമ്മൾ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥകളെ പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ മാതൃകയാക്കണം എന്ന ആശയത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ കഥാപാത്ര നിരൂപണം അവസാനിപ്പിക്കുകയാണ്. പാരഗ്രാഫ് തിരിച്ച് വൃത്തിയിൽ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ മുറുകെ പിടിക്കുക, കൃത്യമായി മനസ്സിലാക്കുക, ഓരോ വരിയും വായിച്ചു നോക്കുക. പാഠഭാഗത്തിന്റെ ഉള്ളിൽ നിന്നൊരു വരി തന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ, ആ സന്ദർഭം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പാഠം വായിക്കുക തന്നെ ചെയ്യണം. നിരന്തരം 1, 2, 3 തവണ വായിച്ചു കഴിയുമ്പോൾ തന്നെ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കാണാൻ പാഠമാകും. മെത്രാനെ കൂടുതൽ ഒന്ന് ശക്തി കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പാഠഭാഗം നമ്മുടെ കയ്യിലുള്ളിലാണ്, അല്ലെ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പഠിച്ചു പോകാൻ പറ്റിയ പാഠമാണ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. അപ്പൊ ഇതെല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.